സെറ്റ് ഇറ്റ് ആൻഡ് ഫോർഗെറ്റ് ഇറ്റ്. ഒരു തവണ ചെയ്യുക, മറന്നു കളഞ്ഞേക്കുക. കാരണം അത് ഏൽപ്പിക്കുന്നത് ആരെയാണ്? മെഷീനെയാണ്. മെഷീൻ അത് ചെയ്തോളൂ. ഇങ്ങനെയായിരുന്നു ഞാൻ 2020 വരെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ വരും, എല്ലാവരെയും ഒരു ഹോട്ടലിലോട്ട് വിളിച്ചു വരുത്തും, അവിടെ നിന്നിട്ട് എന്ത് ചെയ്യും? ക്ലാസ് എടുക്കും. അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ വരണം, നിങ്ങൾ വരുന്നില്ലെങ്കിൽ അത് പ്രശ്നം. വന്നു കഴിയുമ്പോൾ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ, എക്സ്പെൻസ്, ഇതെല്ലാം. ഇതിനെന്ത് ചെയ്തു? ഈ ക്ലാസ്സിനെ എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ഓട്ടോമേറ്റ് ചെയ്തു. അതിൻ്റെ പേരാണ് സൂം പ്ലാറ്റ്ഫോം അങ്ങ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ക്ലാസ് എടുക്കാനുള്ള എല്ലാ പരിപാടിയും ആ ടെക്നോളജിയെ അങ്ങ് ഏൽപ്പിച്ചു, ഓട്ടോമേറ്റ് ചെയ്തു. അതിൻ്റെ ഗുണം എന്താ? ഇന്നിപ്പോൾ ഇവിടെ എത്തിയത് ആരൊക്കെയാണ്? കോഴിക്കോടുള്ളവരെത്തി, മലപ്പുറം എത്തി, തൃശ്ശൂർ വരെ എത്തി, കണ്ണൂർ എത്തിക്കാണും, വയനാട് എത്തിക്കാണും, കുറച്ച് പേര് പാലക്കാട് നിന്ന് എത്തിക്കാണും, എറണാകുളം കുറച്ച് പേര്. ഇത്രയുള്ള എടുത്തുള്ളവർക്കേ വരാൻ പറ്റുകയുള്ളൂ. ഇവിടേക്ക് ഇന്ന് ദുബൈയിലുള്ള ഒരാൾക്ക് വരാൻ പറ്റിയില്ല, ഖത്തർകാരന് വരാൻ പറ്റിയില്ല, സൗദിക്കാരന് വരാൻ പറ്റിയില്ല, ഒമാനിൽ നിന്ന് വരാൻ പറ്റിയില്ല, US നിന്നോ UK നിന്നോ വരാൻ പറ്റിയില്ല. അതേസമയം സൂമിൽ നമ്മൾ ഇരിക്കുമ്പോൾ 17 രാജ്യങ്ങളിലുള്ളവരെ ഒറ്റ സമയത്ത് എൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റി. നിങ്ങൾ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും, പല്ല് തേച്ചാലും പല്ല് തേച്ചില്ലെങ്കിലും അതിൽ കയറാം. ഇവിടെ വരുമ്പോൾ അങ്ങനെ പറ്റുമോ? എന്നിട്ട് ഇതിൻ്റെ അകത്ത് എല്ലാ ദിവസവും എടുക്കുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്തു? ടീച്ചബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അതിൻ്റെ റെക്കോർഡിംഗ് എടുത്ത് അപ്ലോഡ് ചെയ്തു. അതിൻ്റെ പേരെന്താ? ഓട്ടോമേഷൻ. അതിൻ്റെ ഗുണം എന്താ? 1800-ൽ കൂടുതൽ എൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ അതിൽ കിടപ്പുണ്ട്. അപ്പോൾ ഒരാൾ പുതിയതായിട്ട് കിങ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്തു. ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുത്താൽ മതി, ബാക്കി പണി ആര് ചെയ്തോളും? ഓട്ടോമേഷൻ. എൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, എൻ്റെ പ്രോഗ്രാം നടക്കുന്നു എന്ന് നാട്ടുകാരെയൊക്കെ അറിയിക്കണം, എൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനെ അറിയിക്കണം. ഞാൻ എന്ത് ചെയ്തു? ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇതിൽ വരുന്നവരെ ഒറ്റ ക്ലിക്കിൽ എവിടേക്ക് എത്തിച്ചു? ലാൻഡിംഗ് പേജ്, വെബ്സൈറ്റ്. അതിൽ എന്താണ് ഈ പ്രോഗ്രാം എന്ന ഡീറ്റെയിൽസ് കൊടുത്തു. താല്പര്യമുള്ളവർക്ക് ഒറ്റ ക്ലിക്കിൽ എവിടേക്ക് പോകാം? അടുത്ത ഓട്ടോമേഷൻ, റേസർ പേ, പേയ്മെൻറ്റ് ലിങ്ക്. പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ബാങ്ക് അക്കൗണ്ടിൽ വരുന്നു. അടുത്ത് ചിലവാക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. എൻ്റെ ബിസിനസ്സിലെ 80% കാര്യങ്ങൾ ഇപ്പോൾ ഓട്ടോമേറ്റഡാണ്. 80%. നിങ്ങളുടെ ബിസിനസ്സിൽ എവിടൊക്കെ 5 രീതിയിൽ ഓട്ടോമേഷൻ കൊണ്ടുവരാം? എഴുതിക്കൂ. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ മെഷീൻസിനെയോ സോഫ്റ്റ്വെയറിനെയോ ടെക്നോളജിയോ ഏൽപ്പിക്കാം. ഇതൊന്നും നമ്മളായിട്ടുണ്ടാക്കണമെന്നില്ല. ഇതൊന്നും ഈ കാണുന്ന ഒരു സാധനവും ഞാൻ ഉണ്ടാക്കിയതല്ല. പക്ഷേ ഇതെല്ലാം വെച്ച് നമ്മൾ ലിവറേജ് ഉപയോഗിച്ച് കാശുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. കണ്ടുപിടിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ജോലി. ബിസിനസ്സുകാരൻ്റെ ജോലി കാശുണ്ടാക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും കണ്ടുപിടിച്ചോട്ടെ, ആരെങ്കിലും ക്രെഡിറ്റ് എടുത്തോട്ടെ, നമുക്ക് കാശ് കിട്ടുന്നുണ്ടോ അതറിഞ്ഞാൽ മതി.